ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മേക്കിംഗ് എഫ് എ സയൻറ്റിസ്റ്റ് എന്നുള്ള ലെസണാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ലെസൺ കുറേ പേരെങ്കിലുമൊക്കെ പറയാറുണ്ട് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നോക്കാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, റിച്ചാർഡ് എബ്രൈറ്റ് അദ്ദേഹം പെൻസിൽവാനിയ എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. പിന്നെ അദ്ദേഹം ഓൺലി ചൈൽഡ് ഓഫ് ഹിസ് പാരൻസ് ആയിരുന്നു. മദർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കളക്റ്റിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിൽ ബട്ടർഫ്ലൈസ്, കിൻഡർ ഗാർഡൻ മുതലേ ബട്ടർഫ്ലൈസിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസിനെ കളക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ റോക്സ്, ഫോസിൽസ്, കോയിൻസ്, ആസ്ട്രോണമി, ഇതൊക്കെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ആരാണ്? മദറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മദറിൻ്റെ സപ്പോർട്ട് ഇനിഷ്യൽ സ്റ്റേജസിൽ റിച്ചാർഡ് എബ്രൈറ്റിന് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ എഴുതുക കേട്ടോ. മദറിൻ്റെ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ചെറിയ കാലം മുതലേ കളക്റ്റിബിൾസിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, അത് എഴുതുക. ഏർലി സ്റ്റേജിൽ, അതായത് സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് റിച്ചാർഡ് എബ്രൈറ്റ് എന്ത് ചെയ്തു? 25 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്യുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രോണമിയിൽ റോക്സ്, ഫോസിൽസ്, കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് എല്ലാം നർച്ചർ ചെയ്ത് കൊണ്ടുവന്നത്. അതിനോടൊപ്പം തന്നെ ട്രിപ്സൊക്കെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. റിച്ചാർഡ് എബ്രൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 3 പേര്, അതായത് ഒന്ന് അദ്ദേഹത്തിൻ്റെ മദർ തന്നെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സയൻസ് ടീച്ചറാണ്, വേഹവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത ഒരു സയൻറ്റിസ്റ്റാണ്, ഫെഡറിക് എ ഉഖ്ഹാർട്ട് എന്നാണ് പേര്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്കറിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ 3 പേരാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. റിച്ചാർഡ് എബ്രൈറ്റിൻ്റെ അമ്മ റിച്ചാർഡ് എബ്രൈറ്റിന് ഒരു ബുക്ക് കൊടുക്കുന്നു. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് എൻക്വയറി ഡെവലപ്പ് ആവുന്നത്. ആ ബുക്കിൻ്റെ പേര് ദ ട്രാവൽ ഓഫ് മൊണാർക്ക് എക്സ് എന്നാണ്. അതായത് അതിൽ പറയുന്നത് മൊണാർക്ക് ബട്ടർഫ്ലൈസ് സെൻട്രൽ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് എന്നതാണ്. എങ്ങനെയാണ് എബ്രൈറ്റിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. ആ ഒരു ബുക്കിൻ്റെ എൻഡിൽ റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ആ ബുക്കിൻ്റെ റൈറ്ററായിട്ടുള്ള ഫെഡറിക് ഉഖ്ഹാർട്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യണം എന്നാണ്. അതായത് ബട്ടർഫ്ലൈസിൽ ഒരു ടാഗ് വെക്കണം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആ ബട്ടർഫ്ലൈയെ കാണുമ്പോൾ ഇവിടെ വെച്ച് കണ്ടു എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതുവഴി മൊണാർക്ക് ബട്ടർഫ്ലൈസ് എത്ര ദൂരം പറക്കും, എത്ര ദൂരം പോകും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എബ്രൈറ്റിന് ഭയങ്കര ഇൻട്രസ്റ്റ് വരികയും എബ്രൈറ്റ് ടാഗിങ് പ്രോസസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈയുടെ റിസർച്ചിലുള്ള ഫസ്റ്റ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് നാൾ ഈ ഒരു റിസർച്ച് ചെയ്തപ്പോൾ എബ്രൈറ്റിന് മനസ്സിലായൊരു കാര്യം, ഇങ്ങനെ ടാഗ് ചെയ്തതുകൊണ്ട് എത്ര ദൂരം ബട്ടർഫ്ലൈ പോയെന്ന് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നു. അതിനോടൊപ്പം അദ്ദേഹം തന്നെ എബ്രൈറ്റ് തന്നെ ബട്ടർഫ്ലൈ വളർത്താൻ തുടങ്ങുന്നു, ടാഗ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ഈ റിസർച്ച് അയാൾ പ്രൊസീഡ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. കാരണം ടാഗ് ചെയ്ത ബട്ടർഫ്ലൈസ് എത്ര ദൂരം പോയി എന്നൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല ടാഗ് ചെയ്യപ്പെട്ട വളരെ കുറച്ച് ബട്ടർഫ്ലൈയെ മാത്രമേ ഇദ്ദേഹം കാണുന്നുള്ളൂ. അങ്ങനെ ആ റിസർച്ചിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടമാവുന്നു. അദ്ദേഹം 7th ഗ്രേഡിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അത് അടുത്ത ടേണിംഗ് പോയിൻ്റാണ്. ആ സമയത്ത് അദ്ദേഹം ഫ്രോഗ് ടിഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എൻട്രി കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിലൂടെ അദ്ദേഹം മനസ്സിലാവുന്നത് റിയൽ ആയിട്ടൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് നടത്തിയെങ്കിൽ മാത്രമേ സയൻസ് ഫെയറിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഓക്കെ, അതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. റിയൽ ആയിട്ടുള്ള ഐഡിയാസ് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ആ ബുക്ക് എഴുതിയ ഉഖ്ഹാർട്ടിന് ഒരു കത്തെഴുതുകയാണ്, എനിക്ക് കുറച്ച് എക്സ്പെരിമെൻ്റൽ ഐഡിയാസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുകയാണ്, കുറേ എക്സ്പെരിമെൻ്റൽ ഐഡിയാസ് അയച്ചു കൊടുത്തിട്ട്. ആ ഐഡിയാസ് വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തുന്നു. ആ വർഷത്തെ ഇൻ്റർനാഷണൽ സയൻസ് ഫെയറിൽ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുകയാണ് ചെയ്യുന്നത്. 8th ഗ്രേഡ് ആകുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് ബട്ടർഫ്ലൈസിന് വൈറൽ ഡിസീസ് സംഭവിക്കുന്നു. ഇത് മൊണാർക്ക് കാറ്റർപില്ലേഴ്സിന് മരണത്തിന് ഇടയാക്കുന്നുണ്ട്. ഇതിന് കാരണം ഒരു ബീറ്റിലാണ്, ഒരു വണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം
കാറ്റർപില്ലേഴ്സിനെ റേസ് ചെയ്ത് ബീറ്റിൽസിൻ്റെ പ്രസൻസിൽ ഇത് ശരിയാണോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായത് ശരിക്കും ഇത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നു. ഈ ഒരു പ്രോജക്റ്റിന് ഇദ്ദേഹത്തിന് പ്രൈസ് കിട്ടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി റിയൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള സംഭവങ്ങൾക്കാണ് ശരിക്കും അതാണ് എക്സ്പെരിമെൻ്റ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതിനെ പ്രൈസ് കിട്ടുള്ളൂ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതുപോലെ അടുത്ത വർഷത്തെ സയൻസ് ഫെയറിൽ അദ്ദേഹം ഒരു തിയറി കണ്ടുപിടിക്കുകയാണ്. വൈസ്രോയ് ബട്ടർഫ്ലൈസ് എപ്പോഴും മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കോപ്പി ചെയ്യുന്നു. അതിനുള്ള റീസണും അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. കോപ്പി ചെയ്യുക മീൻസ് നിറം മാറില്ലേ, നമ്മുടെ ഓന്ത് നിറം മാറില്ലേ, അതുപോലെ ബട്ടർഫ്ലൈസിന് നിറം മാറാനുള്ള ഒരു കഴിവുണ്ട്. അതെങ്ങനെയാണ് ഇദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. കാരണം മൊണാർക്ക് ബട്ടർഫ്ലൈസ് ശരിക്കും പറഞ്ഞാൽ അത് അത്ര നല്ല ടേസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ബേർഡ്സ് മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ പിടിച്ച് കഴിക്കില്ല. പകരം വൈസ്രോയ് ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നു, വൈസ്രോയ് ബട്ടർഫ്ലൈസിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബേർഡ്സ് വൈസ്രോയ് ബട്ടർഫ്ലൈസിനെ കഴിക്കുന്നു. മൊണാർക്ക് ബട്ടർഫ്ലൈസ് ആയി മീൻസ് അതുപോലെ വൈസ്രോയ് ബട്ടർഫ്ലൈസ് കളറ് ചേഞ്ച് ചെയ്താൽ ബേർഡ്സ് എന്ത് വിചാരിക്കും, ഇത് മൊണാർക്ക് ബട്ടർഫ്ലൈ ആണെന്ന് വിചാരിക്കും, അതിനെ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വൈസ്രോയ് ബട്ടർഫ്ലൈസിന് ഒരു ടെൻഡൻസി ഉണ്ട്, എന്താണ്, മൊണാർക്ക് ബട്ടർഫ്ലൈയെ കോപ്പി ചെയ്യാൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ബേർഡ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു എബ്രൈറ്റിൻ്റെ. അതിനും പ്രൈസ് കിട്ടുന്നു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അടുത്തതായിട്ട് അദ്ദേഹം കണ്ടുപിടിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു 12 ടൈനി സ്പോട്സ് ഉണ്ട് മൊണാർക്ക് പ്യൂപ്പയുടെ ദേഹത്ത്. അതെന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. അത് എന്താണ്, എല്ലാവരും പറഞ്ഞത് അത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നാണ്. പക്ഷേ നമ്മുടെ ഉഖ്വാഡ് ഇദ്ദേഹത്തിൻ്റെ ആ സയൻസ് ബുക്ക് എഴുതിയ പ്രൊഫസർ പറയുന്നതല്ല, ഇത് മറ്റെന്തോ ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പിന്നാലെ പോയിട്ട് എബ്രൈറ്റ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം, ഈ 12 ഗോൾഡൻ സ്പോട്ട്സ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ ഹോർമോൺസ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഈ ഹോർമോൺസ് ശരിക്കും ബട്ടർഫ്ലൈയുടെ ഫുൾ ഡെവലപ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണെന്നും അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. അതിനുശേഷം ഈ പ്രോജക്റ്റിന് കൺട്രി ഫെയറിൽ ഫസ്റ്റ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫെയറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇദ്ദേഹത്തിന് കിട്ടുന്നു. അതിൽ ഇദ്ദേഹത്തിന് സുവോളജിയിൽ 3rd പ്രൈസ് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം വോൾട്ടർ റീഡ് ആർമി ലാബോറട്ടറിയിൽ അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഹോർമോൺ ഡെവലപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഹോർമോൺ ആണ് എന്നുള്ള കണ്ടുപിടുത്തമാണ് ശരിക്കും അദ്ദേഹത്തിന് ഇത്രയധികം ചാൻസസ് കൊണ്ടുവരുന്നത്. വീണ്ടും ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ഇദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് മൊണാർക്ക് ബട്ടർഫ്ലൈസിലെ പ്യൂപ്പയിൽ. അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇൻ്റർനാഷണൽ സയൻസ് ഫെയറിൽ ഇദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. അതിനോടൊപ്പം തന്നെ മൊണാർക്കിൻ്റെ വിങ്സിൽ ഒരു കൾച്ചർ നടത്തുന്നുണ്ട്. അതുവഴി സെൽ ഡിവിഷൻ പഠിക്കുന്നു മൊണാർക്കിൻ്റെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുകയാണ്. അതുവഴി ഇദ്ദേഹം മനസ്സിലാക്കുന്നൊരു കാര്യം, സെൽ ഡിവിഷനിലൂടെ നോർമൽ ബട്ടർഫ്ലൈ ഡെവലപ്മെൻറ്റിന് സാധ്യമാവും എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഹോർമോൺ ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു പ്രോജക്റ്റിന് ഇൻ്റർനാഷണൽ ഫെയറിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ആർമി ലാബിൽ കൂടുതൽ റിസർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഹോർമോണിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ സെൽ ലൈഫിനെ പറ്റി പുതിയൊരു തിയറി അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇതാണ് ഹോർമോൺ തിയറി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ എക്സ്റേ ഫോട്ടോസ് കണ്ടിട്ട് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കുന്നു. അതുവഴി ഇദ്ദേഹം മനസ്സിലാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് സെല്ലിലൂടെ DNAയുടെ സ്ട്രക്ചർ മനസ്സിലാവും എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കൂടുതൽ തിയറീസ് ഇതിൽ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള ജെയിംസ് ആർ വോങ്ങിനോടൊപ്പം പല പ്ലാസ്റ്റിക് മോഡൽസും പിക്ചേഴ്സും ഒക്കെ വരച്ചിട്ട് അദ്ദേഹം ഈ ഒരു തിയറി, ഹോർമോൺ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ തിയറി കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പുതിയ തിയറികൾക്ക് ഈ തിയറി കാരണമാകും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുപോലെ ഒരുപാട് തരത്തിലുള്ള ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് അവർ കണ്ടുപിടിക്കുകയുണ്ടായി. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെസണിൻ്റെ ഒരു സ്റ്റോറി മാതിരി പറയാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് ഹൗ യു ക്യാൻ മേക്ക് എ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ബിഹൈൻഡ് മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ തിങ്സ് വിച്ച് മേക്ക് എ സയൻറ്റിസ്റ്റ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്, ഒരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് റേറ്റ് മൈൻഡ് വേണം, എന്തിനോടും ചെയ്യാനുള്ള ആ ഒരു മനോഭാവം, പിന്നെ ക്യൂരിയോസിറ്റി വേണം, എന്താണിതെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ അത് നമുക്ക് വേണം, പിന്നെ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ സ്റ്റോറി നമ്മളെ ടീച്ച് ചെയ്യുന്നത് പെർസിയവറൻസ്, അതായത് ക്ഷമ, ഹാർഡ് വർക്ക്, അതായത് കഠിനാധ്വാനം, ഹാർഡ് വർക്ക് വേണം, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ വേണം. എന്തും ഞാൻ ചെയ്യും എന്നുള്ളൊരു ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ സക്സസ് ട്രൂ ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. സക്സസ് ഷുവറാണ്. അപ്പം ഇതാണ് ഈ ഒരു സ്റ്റോറി.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിലോ അല്ലെങ്കിൽ മെയിലോ ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഈ ഒരു റിവിഷൻ ക്ലാസ് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്